അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് മറുപടി പറയേണ്ടത് ഇത് ബ്ലോക്ക് ചെയ്തവരാണ്. ലാലേട്ടനും നമ്മുടെ തിലകൻ സാറും അവരുടെ ഒരു കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല. എത്ര നല്ല ഒരു മാജിക്കൽ ഒരു കോമ്പിനേഷനാണ് അവരൊരുമിച്ച് ചെയ്തിരിക്കുന്ന സിനിമകൾ എല്ലാം. പെട്ടെന്ന് ലാലേട്ടൻ ബിനുവിനെ ഇങ്ങനെ വിളിച്ചിട്ട് ഇവര് തമ്മിൽ എന്തോ സ്വകാര്യം പറയും. ടേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ബിനുവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ലാലേട്ടൻ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നുമില്ല, അതേ ഈ നിൽക്കുന്ന 3 പേരുടെയും അച്ഛന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആ, അത് ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി, നമുക്ക് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തേക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരെയും കൂടി നിർത്തി ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ. അമ്മ സംഘടനയുടെ ആ പുള്ളി ഉണ്ടായിരുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി വിമർശിച്ചിട്ടുണ്ടാകാം. പുള്ളിയെ അമ്മയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, അത് വേറെയും പല അതിൻ്റെ ഔട്ട്സൈഡുള്ള ആളുകളൊക്കെ കുറേയധികം മിസ്ലീഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അച്ഛനെ കാണാൻ വന്ന 3 പേരെ മാത്രമേ നമ്മൾ അച്ഛനെ അകത്ത് കയറി കാണിച്ചിട്ടുള്ളൂ. അതൊന്ന് VS ആണ്, പിന്നൊന്ന് നമ്മുടെ മനോജ് കെ ജയന്റെ അച്ഛൻ, അതുപോലെ സുരേഷ് ഗോപി. നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് മിൽമ സല്ലാപത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം സല്ലപിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ശബ്ദമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ചില ആൾക്കാരുടെ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ അവരല്ല ഡബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരുടെ ശബ്ദം കൂടെ വന്നിരുന്നെങ്കിൽ, ഇവർക്ക് ഡബ് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എന്നാൽ നേരെ തിരിച്ച് നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്ത് രസമാണ് ഈ ശബ്ദം കേൾക്കാൻ, ഇവർക്കൊന്ന് അഭിനയിച്ചു എന്ന് വരെ നമുക്ക് തോന്നും. അത്തരത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം സല്ലപിക്കുന്നത്. ശോഭിച്ചേട്ടാ, ശ്രീ ശോഭി തിലകൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ശോഭിച്ചേട്ടന്റെ ശബ്ദം വെച്ച് ആദ്യം മയങ്ങി വീണത് ആരാ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ മയങ്ങി വീണിട്ടില്ല. ഇല്ല, പക്ഷെ ഒരുപാട് ആരാധകരുണ്ട്. മീൻസ് ശബ്ദം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ആ ശബ്ദത്തോടുള്ള ഇഷ്ടമായിട്ട് ഞാൻ കാണുന്നുള്ളൂ, അല്ലാതെ മയങ്ങി വീണിട്ടില്ല. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, ആ ശബ്ദത്തോടുള്ള ഒരു ആരാധന തോന്നില്ല. കാരണം എന്തൊരു ഗാംഭീര്യമുള്ള ശബ്ദമാണ്. കേൾക്കാൻ നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്തൊരു ഇമ്പമാണ്, നമ്മൾക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു ചില ശബ്ദങ്ങൾ. അത്തരത്തിൽ നമുക്ക് ഇമ്പമേറിയ ഒരു ശബ്ദമാണ് ചേട്ടൻ്റെത്. പക്ഷെ ഈ ഇമ്പമേറിയ ശബ്ദം വെച്ചിട്ട് ചില അമ്മമാര് കുട്ടികളെ പേടിപ്പിക്കുന്നുണ്ട്. ഈ ശബ്ദം ശോഭിയെ അതെന്താ പറഞ്ഞ, എങ്ങനെ പേടിപ്പിക്കും ശോഭി ചേട്ടാ? അതായത് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു കാർട്ടൂൺ ഒരു ഇതുണ്ട്, കാത്തു എന്നാണ്. അപ്പൊ അതിലെ കണ്ടംപൂച്ചയുടെ ശബ്ദം എൻ്റെ. കണ്ടംപൂച്ച വരും എന്ന് പറഞ്ഞ് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടംപൂച്ച ഇപ്പൊ എനിക്ക് തോന്നുന്നു കുടുംബവളക്കിലെ ചേട്ടന്റെ ആ ഒരു കഥാപാത്രത്തെ ആ ശബ്ദത്തിന്റെ വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ. കുടുംബവഴക്ക് എന്നുള്ളതല്ല, ഈ കുട്ടികൾ ആഹാരം കഴിക്കാതിരിക്കാം. കൊച്ചു കുട്ടികളെയൊക്കെ ആഹാരം കഴിപ്പിക്കണമെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ പറഞ്ഞൊക്കെയല്ലേ നമ്മളെ അത് കഴിക്കുക അത് അവിടെ കോക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കഴിപ്പിക്കുന്നേ. എന്ന് പറഞ്ഞ പോലെ കണ്ടംപൂച്ച വരുമെന്നും പറഞ്ഞ് കഴിപ്പിക്കും. എന്നിട്ട് പലപ്പോഴും എന്നെ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണുമ്പോഴേക്കും എൻ്റെ അടുത്ത് കുട്ടികളെ പരിചയപ്പെടുത്തുന്ന അങ്ങനെയാ, ദേ കണ്ടംപൂച്ച എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. കണ്ടംപൂച്ചയുടെ ശബ്ദം എങ്ങനെയാണ്? അല്ല, കണ്ടംപൂച്ചയുടെ ശബ്ദം എൻ്റെ ശബ്ദം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മറ്റുള്ള സിനിമകൾ അല്ലെങ്കിൽ സീരിയൽ ഡബ് ചെയ്യുന്നതിനേക്കാളും വിഭിന്നമായിട്ട് നമ്മുടെ ശബ്ദമാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ശബ്ദം ആദ്യം ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കണ്ടംപൂച്ചയുടെ ലിപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ശബ്ദം വെച്ചിട്ടാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതായിട്ട് നമ്മുടെ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശബ്ദം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടെ റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആനിമേഷനിൽ അവർ ഓരോന്നും ചെയ്യുന്നുണ്ടാവുക അല്ലേ? അതിപ്പോ എനിക്ക് തോന്നുന്നു എത്രയോ വോളിയം ആയിട്ടുണ്ട്. അത് ലാസ്റ്റ് വോളിയം ഞാൻ കുറച്ചു നാൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ടംപൂച്ച സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണ്. കണ്ടംപൂച്ചയിൽ നിന്നും ഒന്ന് മാറി പിടിക്കണമെന്ന് എപ്പോഴെങ്കിലും ശോഭിച്ചേട്ടൻ തോന്നിയിട്ടുണ്ടോ?
ഇല്ല, അങ്ങനെ എനിക്കത് മാറി പിടിക്കാൻ തോന്നിയില്ല. കാരണം കണ്ണപ്പൂച്ച എനിക്ക് ഇഷ്ടമാണ്. കാരണം അത് ഒരു ഇതിപ്പോ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ലേ ഡബ് ചെയ്യും. ഇതിപ്പോ ഞാൻ തന്നെയാ കണ്ണപ്പൂച്ച. ഞാൻ അഭിനയിക്കുന്നതായിട്ട് എനിക്ക് കാർട്ടൂൺ ആണെന്നല്ലേ ഉള്ളൂ, ഞാൻ അഭിനയിക്കുന്നതായിട്ട് ഉള്ള ഒരു സംതൃപ്തി എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മാറ്റി പിടിക്കണമെന്ന് തോന്നിയിട്ടില്ല. പൂച്ചകൾ എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടും ചിലർക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കേൾക്കാറുണ്ട്. കണ്ടൻ പൂച്ചയായിട്ട് നിൽക്കാൻ എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞത് ഞാൻ ശോഭിച്ചേട്ടൻ പറഞ്ഞ ആദ്യമായിട്ട്. അല്ല, അതെന്താ അറിയോ, ഒരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് വില്ലൻ ക്യാരക്ടേഴ്സാണ്, വില്ലൻ വേഷങ്ങളാണ് നമുക്ക് അഭിനയിക്കുമ്പോഴും ഡബ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. പക്ഷേ അത് സിനിമയിൽ മാത്രമാണ്. തിരിച്ച് സീരിയലിലേക്ക് വരുമ്പോഴേക്കും കൂടുതലും നായക നടന്മാർക്കാണ് ഞാൻ ഡബ് ചെയ്തിട്ടുള്ളത്. വില്ലന്മാർക്ക് ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, പക്ഷേ എങ്കിലും നായക നടന്മാർക്കാണ് ചെയ്യുന്നത്. സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലൻ ക്യാരക്ടറിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു 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 മേഖലയാണ് ഈ വില്ലൻ ക്യാരക്ടേഴ്സ്. തിലകൻ മക്കൾ എല്ലാവർക്കും അറിയാം, പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ തിളങ്ങി നിൽക്കുന്നത് അത് ശോഭിച്ചേട്ടൻ തന്നെയാണ്, അല്ലേ? പറയൂ ശോഭിച്ചേട്ടൻ, കേക്കട്ടെ. ഇല്ല, എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതാണ്. അല്ല, കൂടുതലും എല്ലാവരും ശബ്ദം കൊണ്ട് കുറച്ചും ഒരു പൊടിക്ക് മുന്നിലേക്ക് എല്ലാവരും എടുത്തു പറയുന്നത് ശോഭിച്ചേട്ടന്റെ പേര് തന്നെയാണ്, അല്ലേ? അപ്പൊ ഇപ്പം നിങ്ങളുടെ കൂടെ എന്താ പറയാ, കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഷമിച്ചേട്ടൻ ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും വന്ന് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഷമിച്ചേട്ടന്റെ മകൻ അഭിമന്യു നമ്മളിപ്പോ മാർക്കോയിലൂടെ കണ്ടു. അന്ന് അതിൽ മാർക്കോയിലൂടെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും പെട്ടെന്ന് ശബ്ദത്തിൽ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി എവിടെ നിന്നൊക്കെയോ തോന്നുന്നുണ്ട്. ഇത് ആരാ, ഇത് എവിടുന്ന്, ഇത് എല്ലാവരും അങ്ങനെ പെട്ടെന്ന് കുറേ ചോദ്യങ്ങളായിട്ട് എത്തി. അറിയാതെ കണ്ടവരെല്ലാരും പിന്നീട് ഈ ഒരു വ്യക്തി ഇത് എവിടുന്ന് വന്നു എന്ന് ആൾക്കാർ അന്വേഷിച്ചു പോയപ്പോഴാണ് ഇത് ഈ റൂട്ടാണ്, ഇവിടുന്നാണ്, ഈ ഫാമിലിയിലാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും നോ വണ്ടർ, എവിടെ പോയിരിക്കുകയായിരുന്നു ഈ അഭിമന്യു, എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ള അങ്ങനെ 100,000 ചോദ്യങ്ങളായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. ഞാൻ അതൊക്കെ ഇപ്പൊ ചേട്ടന്റെ കൈയോടെ കിട്ടിയപ്പോ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അഭിമന്യു ഇത്ര വൈകിയത്? അല്ല, അവന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നു. പല ആളുകളും അവൻ്റെ അടുത്ത് സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് സമീപിക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു അവൻ വ്യക്തിപരമായിട്ടാണോ ഇനി ചേട്ടനും ചേച്ചിക്കും താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, എല്ലാം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പിന്നീട് അവൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിനയിക്കാമെന്ന് തോന്നി. അങ്ങനെ ഒരു നല്ല പ്രോജക്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു നല്ല പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മനഃപൂർവ്വം താമസിച്ചൊന്നും അല്ല. പക്ഷെ ഇനിയും ഇതിൽ തന്നെ തുടരാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. അവനിപ്പോൾ അടുത്ത പടം ചെയ്ത് കഴിഞ്ഞു, അടുത്തൊരു പടം ഇപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ വേറൊരു പടത്തിന് കരാറായിട്ടുണ്ട്. അപ്പം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻഡസ്ട്രിയിൽ ഇനി നിങ്ങളുടെ ഭാഗം ബാക്കിയായിട്ട് നമുക്ക് ഇങ്ങനെ കാണാനുണ്ടാവും, അല്ലേ? ചേട്ടന്റെ ഏറ്റവും വലിയ പുതിയ വിശേഷം ഇപ്പൊ JSK തിയേറ്ററിലെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാവാൻ ചേട്ടനും പറ്റി. നമ്മളൊക്കെ വിചാരിക്കാത്ത എത്രയോ കോൺട്രവേഴ്സിയിലൂടെ പോയ ഒരു സിനിമയാണ്. ഫൈനലി അത് ഇപ്പോൾ റിലീസ് ചെയ്തു. ഇത്തരത്തിലുള്ള കുറേ കോൺട്രവേഴ്സിയും കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പം ചേട്ടനെയും ഒക്കെ ഇത് ഒരുപാട് ഇതെന്താണിത്, ഇതെന്തോ ഇങ്ങനെ ഡിലേ, ഇതൊന്നും നിങ്ങൾ ആരും വിചാരിച്ചിട്ടേ ഇല്ലല്ലോ, അല്ലേ? ഇങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ ഒക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിലൂടെ കുറേ വിഷമങ്ങളും ഡൗട്ടുകളും സംശയങ്ങളും എല്ലാം പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അത് കാര്യം നമ്മുടെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാനിതിനെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു പേരിൻ്റെ പേരിൽ തടയുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ആ സിനിമയുടെ ഭാഗമാണ് ഞാൻ. ഇപ്പോൾ സിനിമ ഈ പറയുന്ന പോലെ പേരിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് റിലീസ് ചെയ്തതും അതിനോടും എനിക്ക് താല്പര്യമില്ല. കാരണം ജാനകി എന്ന പേരിട്ടാൽ എന്താണ് കുഴപ്പം? അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അത് മറുപടി പറയേണ്ടത് ഇത് ബ്ലോക്ക് ചെയ്തവരാണ്. പക്ഷേ അത്തരം ഒരു പ്രവണത ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ആ പടം ഇത്രയും ഡിലേ ആയതിൽ നമുക്കും ഒരുപാട് വിഷമമുണ്ട്. കാരണം ഈ ഒരു പേരിൻ്റെ പേരിൽ അത് മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുക, അത് ഇനി അങ്ങോട്ടായാലും ഒരു സിനിമയെയും അങ്ങനെ
തടയാൻ പാടില്ല എന്നാണ്. കാരണം ഇത് ഇത്രയും ആളുകളുടെ അധ്വാനമാണ്. സംവിധായകൻ മാത്രമല്ല, സംവിധായകനും അതുപോലെ തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഈ പറഞ്ഞ ഇത്രയും ക്യാമറ കാര്യങ്ങൾ, ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്രയും ജോലിക്കാരെല്ലാം, ഇത്രയും പേര് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാണ് ഒരു സിനിമ തിയേറ്ററിലെത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പേരിൻ്റെ കാര്യം എന്താണ് അതിനകത്ത് ഇത്ര ജാനകി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കാണ് ഇവിടെ എന്ത് കോളിലൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് ജാനകി എന്ന് പേരിട്ടതുകൊണ്ട്? അതൊക്കെ വെറുതെ ഒരു അവരുടെ എന്തോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി അങ്ങോട്ട്, ഇനി ഭാവിയിൽ, ഇപ്പോൾ ഇതിപ്പോൾ സംഭവിച്ചു, ഭാവിയിൽ ഇനി ഒരു സിനിമയ്ക്കും അങ്ങനത്തെ ഒരു ഗതികേട് വരരുതേ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അതിനകത്ത് ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും ചേട്ടന് എന്താ പറയുക, കുറച്ച് ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എത്ര ഭംഗിയായിട്ട് ചേട്ടൻ അത് പ്രസന്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ചേട്ടന് ശരിക്കും തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ എന്നല്ല, ഞാൻ എൻ്റെ സ്വന്തം ബ്രദറായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് സുരേഷ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സീൻ അതിനകത്തുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയൊരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. അത് മറ്റുള്ള സൈഡൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു ഇതിലാണ് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് അച്ഛനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അച്ഛനെ എപ്പോഴും കൂടെ നിർത്തിയിട്ടുള്ള ഒരാളാണ് സുരേഷ് ചേട്ടൻ. അതുപോലെ തന്നെ എന്നെയും നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്ക് അത് അംഗീകരിച്ചു തരുന്ന അല്ലെങ്കിൽ സാധിച്ചു തരുന്ന ഒരു ബ്രദറായിട്ട് തന്നെയാണ് ഞാൻ പുള്ളിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൂടെ പുള്ളി മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയിലെ ചെറുതായിട്ടെങ്കിലും ഒരു ഭാഗമാകാൻ പറ്റി. ചെറുതാണെങ്കിലും എനിക്കത് ഒരുപാട് അപ്രീസിയേഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയ തുടരും എന്ന് പറയുന്ന സിനിമയും ചെറിയ ക്യാരക്ടറാണ്. പക്ഷേ അത് ലാലേട്ടൻ്റെ കൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു സ്വപ്നമാണ്, ലാലേട്ടൻ്റെ കൂടെ ഒരു കഥാപാത്രം ചെയ്യുക എന്നുള്ളത്. ഞാൻ ആദ്യം അഭിനയിച്ചത് ലാലേട്ടൻ്റെ കൂടെ വേറൊരു പടത്തിലാണെങ്കിൽ പോലും ആദ്യം റിലീസായത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച് ആദ്യം റിലീസായ പടം എന്ന് പറഞ്ഞാൽ തുടരുവാണ്. അതിന് മുമ്പ് റാം എന്ന് പറയുന്ന പടം ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെയായിട്ടും റിലീസായിട്ടില്ല. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, ഇറങ്ങുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. 100 കോടി ക്ലബിൽ കയറുന്ന ഒരു പടത്തിൽ അതിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ സീൻ ഷൂട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ റാണിയുണ്ട്, പിന്നെ നമ്മുടെ ബിനു, പപ്പു, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സീനാണ്. ഞാനും റാണിയും കൂടി നടന്നു വരുന്നു. ബിനു ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്നു, ഇവിടെ ഒരു കാറിൽ, മറ്റേ അംബാസഡർ കാറിൽ ലാലേട്ടൻ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് എടുക്കുക, അപ്പോൾ സീൻ എടുക്കുക. അപ്പോൾ സീൻ എടുക്കുന്നതിന് മുമ്പ് പുള്ളി വന്ന് ലാലേട്ടൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളവിടെ നിന്നപ്പോഴേക്കും നമ്മളെ കണ്ടു, എന്നെ കണ്ടു, വന്ന് ഷെയ്ക്കാനൊക്കെ തന്നു. കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് റിഹേഴ്സലൊക്കെ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ടേക്ക് എടുക്കാനായിട്ട് അവിടെ പോയി നിന്നപ്പോൾ ഗേറ്റിൻ്റെ വെളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ബിനു നിൽക്കുന്നു, ഇവിടെ ലാലേട്ടൻ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടോട്, ഞാനും റാണിയും അവിടെ നിൽക്കുമ്പോഴേക്കും ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ട് ആക്ഷൻ പറയാൻ വേണ്ടി നിൽക്കുക. പെട്ടെന്ന് ലാലേട്ടൻ ബിനുവിനെ ഇങ്ങനെ വിളിച്ച് ബിനു അടുത്തേക്ക് വന്നപ്പോൾ ഇവർ തമ്മിൽ എന്തോ സ്വകാര്യം പറയും. ഈ സ്വകാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റാണി നമ്മളെക്കുറിച്ച് എന്തോ കമൻറ്റ് പറയാം ലാലേട്ടൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. ആണോ ഏട്ടാ, എന്തായിരിക്കും? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താന്ന്. നമുക്കിത് കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന്. ശരി എന്ന്. അങ്ങനെ ആ ടേക്ക് എടുത്തു. ടേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ബിനുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ലാലേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇല്ല ഒന്നുമില്ല, അതേ ഈ നിൽക്കുന്ന 3 പേരുടെയും അച്ഛന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അതായത് ബിനു പപ്പുച്ചേറിൻ്റെ കൂടെയും റാണിയുടെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ കൂടെയും ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ 3 പേരുടെയും അച്ഛന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഇത് ഞങ്ങൾക്ക് തോന്നിയില്ല, ശരിക്കും ഇത് ഞങ്ങൾക്ക് തോന്നിയില്ല ഇത് പറയാനായിട്ട്. പക്ഷെ ലാലേട്ടൻ അത് തോന്നി. അപ്പോൾ ലാലേട്ടൻ തോന്നിയപ്പോൾ ലാലേട്ടൻ ഉടനെ തന്നെ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരിയാണല്ലോ പറഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ലാലേട്ടൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ രഞ്ജിതയുടെ പ്രൊഡ്യൂസർ രഞ്ജിതയുടെ പറഞ്ഞു, അത് ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി, നമുക്ക് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തേക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരെയും കൂടി നിർത്തി ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട്
ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇത് പടം റിലീസായിട്ടേ പുറത്തു വിടാൻ പറ്റുള്ളൂ. ശരി എന്നത് അങ്ങനെ രഞ്ജിത്തേട്ടൻ അത് എടുത്തു, ക്യാമറമാനെ വിളിച്ച് എടുപ്പിച്ച് വെച്ചിട്ട്. അപ്പോഴേക്കും തരുൺമൂർത്തി അതുവഴി അങ്ങ് നടന്നു. അപ്പോൾ ലാലേട്ടൻ എന്നാൽ പിന്നെ പുള്ളിക്കാരനെ കൂടെ നിർത്തണം വിളിക്ക് എന്ന് പറഞ്ഞ് തരുൺമൂർത്തിയെ കൂടി വിളിച്ചത്. കാര്യം തരുൺമൂർത്തിയുടെ അച്ഛൻ്റെ കൂടെ ലാലേട്ടൻ അഭിനയിച്ചു, ഈ പടത്തിൽ അഭിനയിച്ചു. അതെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാലുപേരോട് നിർത്തിയൊരു ഫോട്ടോ എടുത്തു. അപ്പം അതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയ്ക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. ആ പടം ഭയങ്കര ഹിറ്റായി, അത് എനിക്ക് സന്തോഷമുള്ള. അതെ അതെ. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ പോയില്ല എന്ന് പറയുന്നുണ്ട്. കണ്ടോണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ പോയി, ഇവരും ഇവരുടെ അച്ഛൻ്റെ കൂടെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ പർട്ടിക്കുലർ സമയത്ത് ഞങ്ങളുടെ ആരുടെയും മനസ്സിലൂടെ അത് പോയില്ല. പക്ഷെ ലാലേട്ടന്റെ മനസ്സിൽ പോയി. ഇത്രയും വലിയൊരു ഒരു ഒരു നടൻ, അത്രയും തിരക്കുള്ള അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു നടൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ചിന്തിക്കാത്തത് പുള്ളി ചിന്തിച്ചു എന്നുള്ളതാണ്. എൻ്റെ അത് ലാലേട്ടനും നമ്മുടെ തിലകൻ സാറും അവരുടെ ഒരു കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് നല്ല ഒരു മാജിക്കൽ ഒരു കോമ്പിനേഷനാണ് അവരൊരുമിച്ച് ചെയ്തിരിക്കുന്ന സിനിമകൾ എല്ലാം. ഇന്നും ഇപ്പം ഈ ടി വിയിലിട്ടാൽ നമ്മൾ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നമ്മൾ കണ്ടിരുന്ന് നമ്മൾ എൻജോയ് ചെയ്യും. അത് അവരൊരുമിച്ചിട്ടുള്ള എത്ര സിനിമകൾ എടുത്താലും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ഇന്നിപ്പം ഇങ്ങനത്തെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ചേട്ടൻ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അതെന്താ അറിയാം, ഞാൻ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ് പുള്ളി പറയുന്നത്, എന്തോ ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്നെ തന്നെ മറന്നു പോകുമെന്ന് പറഞ്ഞു അച്ഛൻ പറയാറുണ്ട്. ലാൽ അത്രമാത്രം സപ്പോർട്ടീവാണ് കഥാപാത്രം ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്തോ പുള്ളിക്ക് ഞാൻ പറയാം, പുള്ളി അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അച്ഛൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അച്ഛൻ്റെ അഭിനയത്തോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷം. അത് പുള്ളി ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ കൂടെ അഭിനയിക്കാൻ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യരുമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. അഭിനയത്തിൻ്റെ കാര്യത്തിലൊരു മത്സരമായിരുന്നു അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അതായത് അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, മഞ്ജു എന്തൊക്കെ. കാരണം എനിക്ക് തോന്നുന്നു ആ പടത്തിൽ മഞ്ജു അച്ഛനില്ലാത്ത സീനിലും ഷൂട്ടിംഗ് സമയത്ത് അച്ഛൻ അവിടെ പോയിരിക്കുമായിരുന്നു തോന്നുന്നു. അങ്ങനെ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കും തരും. ഇപ്പം നമ്മുടെ കൂടെ ആരായാലും, ഇപ്പം അച്ഛനെന്നല്ല ആരായാലും, ഇപ്പം ഞാനായാലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഒരു നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത്തരം ആളുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടുക എന്നുള്ളതും. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇമ്പ്രൂവ് ആകും. നമ്മളുടെ അഭിനയത്തിലും ആ ഒരു പ്രഭാവം നമുക്കും കൂടി കിട്ടും. അപ്പം അത് നമ്മളെ ഒരാൾ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്തു. അതാണ് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്നതിന്റെ കാര്യം. സത്യം, അതങ്ങനെയാണ്. അവരുടെ ആ ഒരു മാജിക്കൽ പവറിൽ നമ്മളും നമ്മളിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ തന്നെ നോക്കും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുകയാണ് അല്ലേ? തിലകൻ സാറിലേക്ക് ഞാൻ എത്താം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്നെ സംസാരിക്കാനുണ്ട്, ചോദിക്കാനുണ്ട്. അതിനിടയിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടനും ഷമി ചേട്ടനും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമാണ്? ഞങ്ങൾ തമ്മിലൊരു 4 വയസ്സിന്റെ. 4 വയസ്സിന്റെ ആണ് ചേട്ടൻ. അപ്പൊ ശരിക്കും ഷമി ചേട്ടനെ കാണുമ്പോ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നതെന്നോ ആ ഒരു പേടിയോ അതോ ഒരു കൂടുതലും നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ഒക്കെ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനോടുള്ളൊരു ബഹുമാനം ചേട്ടനോടും ഉണ്ട്. ആ ഒരു ഫീലാണ്. കാരണം അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിലുള്ള ഷമ്മിച്ചേട്ടനിലുള്ള ഒരു അഭിനയത്തിൻ്റെ ഒരു സിദ്ധിയുണ്ട്. അച്ഛൻ്റെ ഒരു സിദ്ധി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പുള്ളിയിലുള്ള ആ ഒരു അഭിനയത്തിൻ്റെ സിദ്ധിയോടുള്ളൊരു ബഹുമാനം കൂടിയാണ് പുള്ളിക്ക്. ഞാൻ പറയാം, ഇപ്പോഴത്തെ മലയാള സിനിമയിലുള്ള പുള്ളിയുടെ ഏജിലുള്ള ആളുകളെ എടുത്താൽ ഒരു ബെസ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഈവൻ ഡബ്ബിങ് ആയാലും മോഡുലേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഞാൻ എൻ്റെ അച്ഛനെയാണ് റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത്.
ഞാൻ അച്ഛൻ്റെ അഭിനയം കണ്ടും അച്ഛൻ ഡബ് ചെയ്യുന്നത് കണ്ടും അച്ഛൻ്റെ മോഡുലേഷൻ കണ്ടും അത് ഫോളോ ചെയ്തു വരുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കരിയർ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നതും ചേട്ടനെ കണ്ടുകൊണ്ടാണ്. ചേട്ടൻ്റെ കൂടെ ഞാൻ ഡബിങ്ങിന് പോകുമായിരുന്നു. ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന കാര്യങ്ങൾ ചേട്ടൻ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ പോകുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെയാണ് കൂടുതൽ പോയിട്ടുള്ളത്. ഷമിച്ചേട്ടൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഈവൻ ഡബിങ്ങിൽ ഇപ്പോൾ പ്രേം നസീറിന് ഷമിച്ചേട്ടൻ ഡബ് ചെയ്തതൊക്കെ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് പൈലറ്റ് ട്രാക്ക് ഡബ് ചെയ്തപ്പോഴും ഞാൻ കണ്ടു, ഒറിജിനൽ ഡബ് ചെയ്തപ്പോഴും ഞാൻ കണ്ടു. ആ പടം പൈലറ്റ് ട്രാക്ക് ആദ്യം ഡബ് ചെയ്യുന്നത്. കാരണം പടത്തിൻ്റെ പൈലറ്റൊന്നും ഇല്ലായിരുന്നു. കോടതിയിൽ ഇരുന്നൊരു പടമായതുകൊണ്ട് പ്രേം നസീറിന് വേണ്ടി ശബ്ദം കൊടുക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പൈലറ്റ് ട്രാക്കാണ് ആദ്യം ഡബ് ചെയ്തത്. എന്നിട്ട് അത് ചിത്രാഞ്ജലി കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ ഒറിജിനൽ വേർഷൻ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ കൂടെ ഞാൻ പോകുമായിരുന്നു, കാണാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് ആ ഒരു രീതിയിലുള്ള ബഹുമാനം. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി അല്ല എന്നൊന്നുമല്ല, പക്ഷെ എങ്കിലും സംസാരിക്കും, ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു അച്ഛനോടുള്ള ബഹുമാനം ചേട്ടനോട് ഉണ്ട്. അത് വർക്കിലും നിങ്ങളൊക്കെ ഒരേ മേഖലയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടും കൂടെ എങ്ങനെയോ എപ്പോഴോ ആ അടുപ്പം ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു ബഹുമാനം കൂടിയ ഒരു അടുപ്പത്തിലേക്കാണ് അത് പോണത് അല്ലേ? ഓക്കെ. ഇപ്പം അമ്മയുടെ ഇലക്ഷനൊക്കെ വളരെ കാര്യമായിട്ട് ഇനിയിപ്പോൾ അതേ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ, ഫുൾ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിലകൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് വളരെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള ഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയും ആ ഒരു പ്രസൻസും എന്താ പറയുക, ഒരു വല്ലാത്ത പവർ തന്നെയാണ് അദ്ദേഹത്തിന്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഇതുപോലത്തെ ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനയുടെയും കൂടെ തലപ്പത്ത് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പം ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പോലത്തെ ആൾക്കാർ അതിൻ്റെ മുന്നിൽ നിന്നിരുന്നെങ്കിൽ എന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? അച്ഛനാണോ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും അച്ഛനെ എൻ്റെ തലപ്പത്ത് വരണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ ഞാൻ പറയാം കുറേ കാര്യങ്ങൾ ആദ്യത്തെ തുടങ്ങിയ സമയത്തുള്ള കാര്യങ്ങളിലൊക്കെ അച്ഛൻ എനിക്ക് തോന്നുന്നു സിനിമാ സമരം അന്നുണ്ടായിരുന്നു. ആ സമരത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ മുണ്ടൊക്കെ മടക്കി കുത്തി ഇൻകിലാബൊക്കെ വിളിച്ച് അച്ഛൻ പോകുന്ന ഫോട്ടോ ഒക്കെ ഞാൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് ഞാനും ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അന്ന് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അന്നൊക്കെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഇതിന് വേണ്ടിയിട്ട് സമരത്തിനുമൊക്കെ ഇറങ്ങിയ ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു നേതൃനിരയിലേക്കൊന്നും വരണമെന്നും അങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെയൊന്നും ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരണമെന്നോ അല്ലെങ്കിൽ അമ്മ സംഘടനയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരണമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തുറന്നു പറയാറുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്ന് വിചാരിച്ചിട്ടല്ല പുള്ളി പറയുന്നത്. പുള്ളിയുടെ മനസ്സിൽ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പുള്ളിക്കാരൻ അങ്ങ് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അമ്മ സംഘടനയുടെ പുള്ളി ഉണ്ടായിരുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി ഉണ്ടായിട്ടുണ്ട്. പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പുള്ളിയെ അമ്മയിൽ നിന്ന് പുറത്താക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, അത് വേറെയും പല അതിൻ്റെ ഔട്ട്സൈഡുള്ള ആളുകളൊക്കെ കുറേയധികം മിസ്ലീഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ്. കാരണം ഒരാളുടെ തൊഴിൽ നഷ്ടമാകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സിനിമയിൽ ബുക്ക് ചെയ്തിട്ട് ആ സിനിമയിൽ നിന്ന് പെട്ടെന്നൊരു കാരണവുമില്ലാതെ മാറ്റുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു വിഷമത്തിലും ദേഷ്യത്തിലും പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരനെ പല തലങ്ങളിൽ നിന്നും എന്താ പറയുക നിസ്സഹകരണം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പുള്ളിയെ മാറ്റി നിർത്തുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളി വിചാരിച്ചു ഈ അമ്മയിലുള്ള ആൾക്കാരും അതിൻ്റെയൊക്കെ പുറകിലുണ്ട് എന്ന് പുള്ളി വിചാരിച്ചിട്ട് പുള്ളി തുറന്നടിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടത്.
പക്ഷെ അങ്ങനെ അച്ഛൻ്റെ തലപ്പത്തേക്ക് വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മുടെ നിലപാട് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു തിലകൻ സാറിനെന്ന് അല്ലെ? തീർച്ചയായും. അദ്ദേഹം അതുകൊണ്ട് ആരെയും പ്ലീസ് ചെയ്ത് നിന്നില്ല. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയത് അദ്ദേഹം പലപ്പോഴും പറയും. പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ മക്കള് നിങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് നിങ്ങളെയും കൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളെ കൂടുതലായിട്ട് വരുത്തി വെക്കുകയാണ്, അപ്പം അധികം അങ്ങനെ സംസാരിക്കണ്ട എന്നുള്ളൊരു ഇത് എന്തെങ്കിലും നിങ്ങൾ മക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ പറയുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അച്ഛനോട് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. കാരണം അങ്ങനെ പറയുന്നതും ശരിയല്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു വിശ്വാസം, ഇപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷെ അത് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് വരും. ഓക്കെ. അല്ലേ? എനിക്കുള്ളപ്പോൾ ഞാൻ അതിന് ഉദാഹരണം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓരോ അരിയിലും അത് കഴിക്കേണ്ടവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് വരുമ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നെ ഏതെങ്കിലും അത് അയാളുടെ മോനല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതെനിക്കുള്ളതല്ല, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ കിരീടം സിനിമയില് തിലകൻ ചേട്ടൻ പറയുന്നുണ്ട് നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇടണമെന്ന് പറയുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു അച്ഛൻ എത്ര ഇമോഷണൽ ആയിട്ട് അവിടെ പറയുന്ന ഒരു ഡയലോഗാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സീക്വൻസ്, എന്തെങ്കിലും ഒരു ഡയലോഗോ നിങ്ങളുടെ അടുത്ത്, ഇപ്പൊ എനിക്ക് ചോദിക്കുമ്പോൾ ഷോബിച്ചേട്ടൻ്റെ അടുത്തോ ഷമിച്ചേട്ടൻ്റെ അടുത്തോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അവിടെ അച്ഛൻ്റെ ആ ഒരു രൂപം ഒന്ന് പറയാവോ? ഇല്ല, അങ്ങനെ കത്തി താഴെയിടാന്നുള്ളതല്ല, പക്ഷെ ആ അച്ഛന്റെ പവറിൽ നിന്ന് പറയില്ലേ, മക്കളുടെ അടുത്ത് ചീത്ത പറയാ, അല്ലെങ്കിൽ എടാ നിന്റെ അച്ഛനാടാ പറയുന്നത് നിന്നോട് നീ അത് ചെയ്യേ, അല്ല അത് അച്ഛൻ നമ്മളോട് സ്ഥിരം പറയാറുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനിങ്ങനെ ഷൂട്ടിംഗ് ആയിട്ട് തിരക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ മാസത്തിന് ചിലവ് പൈസ വേണമല്ലോ. അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ കോഴിക്കോടായിരിക്കും, ചിലപ്പോൾ ഊട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പാലത്തായിരിക്കും, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ അച്ഛൻ ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പോൾ അച്ഛനെ കാണാനായിട്ട് ഞാൻ വരും. ഞാൻ അവിടെ നിന്ന് വണ്ടി ബസ്സിലൊക്കെ കയറി ട്രിവാൻഡ്രത്ത് വന്ന് പുള്ളിയോട്, അപ്പോൾ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ 2000 രൂപയൊക്കെ മതി ഒരു മാസത്തെ ചിലവെന്നുള്ളത്. 2000 രൂപ ചോദിക്കുമ്പോൾ ഒരു 20,000 രൂപയുടെ വഴക്ക് പറയും, എന്നിട്ട് ഈ 2000 രൂപ തരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത് ഇന്ന ഡയലോഗൊന്നുമില്ല. നമ്മളങ്ങോട്ട് ഞാൻ പറഞ്ഞു ചില സമയത്ത് നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് പെട്ടെന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചായിരിക്കും വരുന്നത്. പക്ഷെ ഒരു 6 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഒറ്റ നിപ്പിൽ സംസാരിക്കും അച്ഛനുമായിട്ട്. അത് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കും, ഇടയ്ക്ക് അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെയും സംസാരിക്കും. അപ്പോൾ ഈ സംസാരിക്കുന്ന അവിടെ അച്ഛൻ ബെഡിൽ ഇങ്ങനെ കിടക്കും, ഞാൻ അവിടെ നിൽക്കുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഒരു കസേര വലിച്ചിട്ട് ചിലപ്പോൾ കസേര ഇരുന്നുകൊണ്ട് അച്ഛനോട് സംസാരിക്കും. ഈ സംസാരിക്കുന്നത് മുഴുവൻ പല പല കാര്യങ്ങളാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, സിനിമാ കാര്യങ്ങളുണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങൾ സംസാരിക്കും. ആ സംസാരിക്കുന്നതെല്ലാം ചിലപ്പോൾ വഴക്കായിട്ടായിരിക്കും പറയുക, ചിലപ്പോൾ നമുക്ക് ഉപദേശമായിട്ടായിരിക്കും തരിക, അതല്ലെങ്കിൽ ജനറലി ഉള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ അതിനകത്തൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനാണ് പറയുന്നത് കത്തി താഴെയിട എന്ന് പറയുന്ന രീതിയിലൊരു ഡയലോഗ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല അച്ഛൻ പറയുന്നതായിട്ട്. പക്ഷെ അച്ഛൻ്റെ കൂടെ ഒരു 2 മണിക്കൂർ സംസാരിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിലും അച്ഛൻ മുഖത്ത് വരുത്തുന്ന എക്സ്പ്രഷൻ്റെ കാര്യത്തിലും അച്ഛൻ്റെ കൂടെ 2 മണിക്കൂർ സംസാരിച്ചാൽ നമുക്ക് കിട്ടും. അതെനിക്ക് മാത്രമല്ല, നമ്മുടെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ ഒരു കാര്യമില്ലാതെ അച്ഛനെ വിളിക്കും, ചേട്ടാ ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് വയ്യ, എൻ്റെ നടുവ് വയ്യാതിരിക്കുക, ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഇല്ല, ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് വരും. വന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ വന്നാൽ വൈകുന്നേരം 5 മണിക്കേ പോകത്തുള്ളൂ. ചുമ്മാ അവരോട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ചോദിക്കും, ചേട്ടാ ഈ നാടകത്തിലേ മറ്റേ അന്ന് ചേട്ടൻ ആ സമിതിയിലായിരുന്നപ്പോൾ എങ്ങനെയാണ്,
ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞ അച്ഛന് ഭയങ്കര നമ്മളിലെ നാഗവല്ലിയുടെ കാര്യം പറയുമ്പോൾ ശോഭനയുടെ ഫേസിൽ മാറ്റം വരത്തില്ല എന്ന് പറഞ്ഞ പോലെ നാടകത്തെക്കുറിച്ച് പറഞ്ഞ അച്ഛൻ പിന്നെ ഭയങ്കരമായിട്ട് വാചാലനാണ്. നാടകത്തിനെ കുറിച്ചും അന്ന് നാടകത്തിന് പോയതിനെക്കുറിച്ചും അന്നത്തെ നാടകങ്ങളെക്കുറിച്ചും നാടകത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭിനയത്തിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നാടക സംവിധാനം ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് വരും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് തന്നെ. അപ്പോൾ അതാ അച്ഛൻ്റെ കൂടെ നമുക്ക് സംസാരിച്ചാൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഞാനിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതായാലും സീരിയലിൽ അഭിനയിക്കുന്നതായാലും അല്ലെങ്കിൽ ഡബ് ചെയ്യുന്നതായാലും എന്തെങ്കിലുമൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് പറയാൻ എല്ലാം പറയാനുണ്ട്. നിങ്ങൾ അച്ഛനും തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി എന്നൊരിതാണോ, അതോ ഒരു നമ്മൾ പണ്ടത്തെ ഇതിൽ നിൽക്കുമ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബഹുമാനമാണ് എന്നൊരല്പം പേടിയുമാണ്? തീർച്ചയായിട്ടും ആ ഒരു രീതി തന്നെയാണ്. അത് തന്നെയാ അച്ഛനോട് നമുക്ക്, ഞാൻ പറയല്ലേ, ഞാൻ ഇന്നുവരെ അച്ഛനോട് കയർത്ത് സംസാരിച്ചിട്ടില്ല, ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. എനിക്കത് പറ്റൂല. കാര്യം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിലപ്പോൾ ഇന്ന് അച്ഛനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പോവായിരിക്കും. പക്ഷേ അവിടെ കംപ്ലീറ്റ് പോവും. എനിക്ക് പറ്റൂല അച്ഛനോട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനേ പറ്റില്ല. പിന്നത്തെ കാര്യം, അച്ഛനെ എപ്പോഴും ഒരു ഭയങ്കര അത്ഭുതത്തോട് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ ചെറുപ്പത്തിലായാലും ശരി, ഞാൻ മുതിർന്ന് ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് മക്കളായതിനു ശേഷവും, ഇവൻ അച്ഛൻ്റെ മരണസമയത്ത് പോലും, അച്ഛൻ മരിക്കുന്ന സമയത്ത് പോലും ഒരു 33 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. ഏകദേശം നമ്മുടെ സഖാവ് VS പോലെ. VS എത്രയോ നാളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടത്തി എന്ന് പറഞ്ഞ പോലെ. അന്നും VS ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അച്ഛനെ കാണാൻ വന്ന 3 പേരെ മാത്രമേ നമ്മൾ അച്ഛനെ അകത്ത് കയറി കാണിച്ചിട്ടുള്ളൂ. അതൊന്ന് VS, പിന്നൊന്ന് നമ്മുടെ മനോജ് K. ജയൻ്റെ അച്ഛൻ ജയൻ അങ്കിൾ. അത് ഇവർ ഈ ജയവിജയന്മാർ രണ്ടുപേരും അച്ഛനും ഒരു ദിവസം ജനിച്ചതാണ്. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ളൊരു ആത്മബന്ധമുണ്ട്. അവർ ഒരു സ്ഥലക്കാരാണ്, അവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ കാണിച്ചു. അതുപോലെ സുരേഷ് ഗോപി, ഈ 3 പേരെയാണ് അച്ഛനെ അകത്ത് പോയി കാണാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്തത്. ബാക്കി ആരും വന്നു, ഈവൻ മമ്മൂക്ക വന്നിട്ട് പോലും, മമ്മൂക്ക പക്ഷേ കയറണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അനുവദിച്ചു തന്നെ. പക്ഷേ പുള്ളിയും പറഞ്ഞു വേണ്ട, ഡോക്ടേഴ്സ് പറഞ്ഞല്ലേ വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഡോക്ടറുമായിട്ട് സംസാരിച്ചു, എന്നിട്ട് പുള്ളി തിരിച്ചു. ദുൽഖറും മമ്മൂക്കയും കൂടി വന്നത്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് അച്ഛൻ്റെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം തിരിച്ചു പോയത്. പുള്ളി കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ അനുവദിച്ചു തന്നെ. പക്ഷേ അല്ലാതെ നമ്മൾ കാണാൻ അനുവദിച്ചത് 3 പേരാണ്, ഇവർ 3 പേരാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത്രയും ആ സമയത്ത് ആ ഹോസ്പിറ്റലൈസ് ആവുന്നതിന് മുമ്പ് പോലും അച്ഛനകത്ത് വളരെ വളരെ സോഫ്റ്റായിട്ട്, ഞാൻ പറയാം, ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും സോഫ്റ്റായിട്ട് അച്ഛൻ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നോട്. പിന്നെ മറ്റുള്ളവരോടല്ല, എന്നോടത്തെ കാര്യം. പക്ഷെ സോഫ്റ്റായിട്ട് എന്നുവെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റായിട്ട് സംസാരിച്ചു. ഈവൻ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ അന്ന് രാത്രി ഏകദേശം 11 മണി, ഒരു 9 മണി തൊട്ട് 9-9:30 തൊട്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുക. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അച്ഛന് മരുന്നൊക്കെ കൊടുത്തു. ഇതുണ്ടല്ലോ നമ്മുടെ സിറപ്പ് കൊടുക്കും, അത് സ്പൂണിലിങ്ങനെ കോരി കൊടുക്കുകയായിരുന്നു. കൊച്ചു കുട്ടികൾ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റി. അതുപോലെ ഈ ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുമായിരുന്നു. ഞാനിന്ന് വരെ ആരെയും ഇഞ്ചെക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ കൈ വിറയ്ക്കുമായിരുന്നു. പക്ഷേ ഞാൻ എടുത്തു. അത്രയ്ക്കും എനിക്ക് ആ ഒരു പേടി, അച്ഛന് വേദനിക്കുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത്, ഇൻസുലിൻ എടുക്കുന്നത്. പക്ഷേ അച്ഛന് ഒരു ശകലം പോലും വേദനിക്കാതെ എടുക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധമാണ്. അപ്പോഴും നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി, അത്രയ്ക്ക് വയ്യാതെ കിടക്കുന്ന ആളെ നമ്മൾ അത്രയും പേടിയോടെയാണ് നോക്കുന്നത്. അത് തുടക്കം തൊട്ട് അവസാനം വരെ അച്ഛനോട് ഒരു ഭയം കലർന്ന
ബഹുമാനം. ബഹുമാനായിരുന്നു. ആ ബഹുമാനമായിരുന്നു എനിക്ക്.